നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നിലവിളക്കിനെ എങ്ങനെയാണ് കാണുന്നത്? നിലവിളക്കിന് നിങ്ങൾ വേണ്ട പ്രാധാന്യം നൽകുന്നുണ്ടോ? നിങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ട നിലവിളക്കിൻ്റെ 20 മഹാത്മ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഈ മഹാത്മ്യം 20 ചോദ്യങ്ങളും ഉത്തരമായിട്ടുമാണ് ഇവിടെ പറയുന്നത്. അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെയാണ് കുറിക്കുന്നത്? ഉത്തരം ബ്രഹ്മാവിനെ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം: നിലവിളക്കിൻ്റെ തണ്ട്, അതായത് നിലവിളക്കിൻ്റെ നടുഭാഗം ഏത് ദേവനെയാണ് കുറിക്കുന്നത്? വിഷ്ണു ഭഗവാനെയാണ് നിലവിളക്കിൻ്റെ തണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ഏത് ദേവനെയാണ് കുറിക്കുന്നത്? നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ശിവ ഭഗവാനെയാണ് കുറിക്കുന്നത്. നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ കുറിക്കുന്നു? ലക്ഷ്മി ദേവിയെയാണ് ഇവിടെ നിലവിളക്കിൻ്റെ നാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിളക്കിൻ്റെ പ്രകാശം ഏത് ദേവതയെ കുറിക്കുന്നു? സരസ്വതി ദേവിയെയാണ് നിലവിളക്കിൻ്റെ പ്രകാശം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നിലവിളക്കിൻ്റെ നാളത്തിൻ്റെ ചൂട് ഏത് ദേവതയെയാണ് കുറിക്കുന്നത്? പാർവതീ ദേവിയെയാണ് നിലവിളക്കിൻ്റെ നാളത്തിലെ ചൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ ഏത് ദേവനെയാണ് കുറിക്കുന്നത്? വിഷ്ണു ഭഗവാനെയാണ് നിലവിളക്കിലെ എണ്ണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിളക്കിലെ തിരി ഏത് ദേവനെയാണ് കുറിക്കുന്നത്? ശിവ ഭഗവാനെയാണ് നിലവിളക്കിലെ തിരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിഴക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? കിഴക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? കടബാധ്യതകൾ തീരുന്നതാണ്. വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? സമ്പത്തിൽ വർധനയാണ്. തെക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിക്കാൻ പാടുണ്ടോ? ഒരിക്കലും തെക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിക്കാൻ പാടില്ല. നിലവിളക്കിൽ ഇടുന്ന തിരിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ തിരി ഏതാണ്? പഞ്ഞികൊണ്ട് ഉണ്ടാക്കിയ തിരിയാണ് നിലവിളക്കിൽ ഇടുന്ന തിരിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ തിരി. ചുവന്ന തിരിയിൽ നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ചുവന്ന തിരിയിൽ നിലവിളക്ക് കത്തിക്കുന്നത്. മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? മാനസികമായിട്ടുള്ള ദുഃഖ നിവാരണമാണ് മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം. ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നതാണ്. 2 തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് ധനലാഭത്തിനെയാണ്. 3 തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് അജ്ഞതയാണ്. 4 തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യത്തെയാണ്. 5 തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യത്തെയാണ്. അപ്പോൾ ഈ നിലവിളക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മഹാത്മ്യമുള്ള ഹിന്ദു പുരാണത്തിൽ പറയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിലവിളക്കിന് അതിൻ്റേതായ പ്രാധാന്യവും ഉണ്ട്. ഈ നിലവിളക്കിനെ നമ്മൾ ദേവിയെ പോലെയാണ് സംരക്ഷിക്കേണ്ടത്. ഈ നിലവിളക്കിരിക്കുന്ന സ്ഥലങ്ങളിൽ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല. പല വീടുകളിലും നിലവിളക്ക് വളരെ അശുദ്ധമായ സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നത് കാണാം. അങ്ങനെ വെക്കാൻ യാതൊരു കാരണവശാലും പാടില്ല. നിങ്ങൾ നിലവിളക്ക് കത്തിക്കുന്നതാണെങ്കിൽ അത് വളരെ ശുദ്ധിയോടുകൂടി മാത്രം ചെയ്യുക. ഇല്ലായെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.